വയനാട്ടിലെ ദുരന്തം മലയാളി മനസ്സിനെ ഏറെ വേദനിപ്പിച്ചത് ഇപ്പോഴും കണ്ണുനീർ തോരാതെ നമ്മൾ ആ വാർത്തകളൊന്നും കേൾക്കുകയും കാണുകയുമില്ല. അത്രത്തോളം മനസ്സിനെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തം. ഇപ്പോൾ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ അവിടെയുള്ള ജനങ്ങൾ ക്യാമ്പിനുള്ളിൽ കഴിയുകയാണ്. അവർക്ക് സഹായഹസ്തമായി ഓരോ മലയാളികൾക്കും അവർക്ക് അരികിലുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആശ്വാസം. എങ്കിലും അവരെല്ലാം തന്നെ മാനസികമായി ഏറെ തളർന്നവരാണ്. കാരണം മറ്റൊന്നുമല്ല, ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ അവരുടെ സ്വന്തം വീടുകൾ, അവരുടെ കുടുംബം എല്ലാം നഷ്ടമായിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതായിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണത്. ആ അവസ്ഥയിലൂടെയാണ് ആ ക്യാമ്പിലുള്ളവർ ഇപ്പോൾ കടന്നു പോകുന്നത്. ചിലർ ഒറ്റയ്ക്കായി, കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായ ചിലർ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്നവർ. ഇത്തരം കാഴ്ചകളാണ് നമ്മൾ ആ ക്യാമ്പിൽ ചെല്ലുമ്പോൾ കാണുന്നത്. ആരുടെയും മുഖത്ത് ചിരിയില്ല. അവർ ചിരിക്കാൻ എന്നേ മറന്നു. എന്നാൽ അവരുടെ മുഖത്ത് പഴയ ചിരി കൊണ്ടുവരണം. അവരെ ആശ്വസിപ്പിക്കണം, അവരെ ചേർത്ത് നിർത്തണം. അതിന് മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. മലയാളികൾ മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നുള്ളവരും പലരും നമ്മെ സഹായിക്കാൻ ഓടിയെത്തുന്നുണ്ട്. അതുതന്നെയാണ് ആ ക്യാമ്പിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു മാർഗം. ഇനി അവർക്ക് വേണ്ടത് നല്ല വീടുകളാണ്. അതുമാത്രമല്ല, അവരെ മാനസികമായി ഇപ്പോൾ ഒന്ന് കൈപിടിച്ച് ഉയർത്തണം. അവർക്ക് മാനസിക ധൈര്യം നൽകണം. അതിന് സർക്കാർ കൗൺസിലേഴ്സിനെ അവിടെ വെച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് ടീം അവർക്ക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഇനി അവർക്ക് വേണ്ടത് വീടുകളാണ്. ഏതൊക്കെ രീതിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു അവർ, എല്ലാം നഷ്ടമായി. അവർ ആ ക്യാമ്പിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ മലയാളികൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളത് നമ്മുടെയും അവരുടെയും ധൈര്യമാണ്. നമ്മൾ ഒരിക്കലും തോൽക്കില്ല ആരുടെ മുൻപിലും, ഒരു പ്രകൃതിയുടെ മുൻപിലും. അത് മലയാളികൾ പണ്ടേ തെളിയിച്ചതാണ്. ഏത് ദുരന്തം വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ മലയാളി മനസ്സുണ്ടല്ലോ, അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.